കൂട്ടുകാരെ, നമുക്ക് കുഞ്ഞു സ്നേഹയുടെ കഥ കേൾക്കാം. ഒരു ദിവസം സ്നേഹ എണീക്കുമ്പോൾ അച്ഛനും രണ്ടാനമ്മയും നല്ല വഴക്കായിരുന്നു. ആരുടെയോ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു അച്ഛൻ നന്നായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ കുഞ്ഞു സ്നേഹ ആ കുട്ടിയെ എടുത്ത് ദോശ കഴിക്കാൻ പോയി. പിന്നെ കുറേ കഴിഞ്ഞ് തിരിച്ചു വന്ന് അച്ഛനോട് പൗഡർ വാങ്ങാൻ പൈസ ചോദിച്ചു. കുട്ടിക്കൂറ ഷൈലയുടെ വീട്ടിൽ കണ്ടിട്ടുണ്ട് കുഞ്ഞു സ്നേഹ. അത് മുഖത്ത് ഇടുമ്പോൾ അവൾക്ക് നല്ല മണമാണ്. അവൾ ഇന്ന് കുഞ്ഞു സ്നേഹയെപ്പോലെയല്ല, നല്ല സുന്ദരി കുട്ടിയാണ്. കുഞ്ഞു സ്നേഹ വളർച്ച മുരടിച്ച് കറുത്ത് മെല്ലിച്ച ഒരു കുട്ടി. അങ്ങനെയാണ് കുഞ്ഞു സ്നേഹയെ കാണാൻ ഒരു ഭംഗിയുണ്ടായിരുന്നില്ല. അച്ഛൻ പൈസ ഏതായാലും തന്നു. കുഞ്ഞു സ്നേഹ പൗഡർ വാങ്ങാൻ പോയി. പക്ഷേ ആ കടയിൽ അതുണ്ടായിരുന്നില്ല. ഷൈലയുടെ അച്ഛൻ വന്നപ്പോൾ അവൾക്ക് കൊണ്ട് കൊടുത്തതാണത്. കടക്കാരൻ ചതുരത്തിലുള്ള ഒരു ടിൻ കൊടുത്തു. ഇതിന് നല്ല മണമുണ്ട് എന്നൊക്കെ പറഞ്ഞു. കുഞ്ഞു സ്നേഹ അത് വാങ്ങി. മീൻ കൂടി വാങ്ങണം എന്ന് പറഞ്ഞു വിട്ടതാ. പക്ഷേ പൗഡർ വാങ്ങിയപ്പോൾ പൈസ തീർന്നുപോയി. തുറന്നാൽ തിരിച്ചെടുക്കില്ല എന്ന് കടക്കാരൻ പറഞ്ഞിരുന്നു. വീട്ടിൽ വന്നപ്പോൾ മീൻ വാങ്ങിയില്ല എന്നും പറഞ്ഞ് രണ്ടാനമ്മ കുറേ വഴക്കു പറഞ്ഞു. അപ്പം അച്ഛൻ അവിടെ ഇല്ലായിരുന്നു. അച്ഛൻ വന്നപ്പോൾ പറഞ്ഞു കൊടുത്തു ആ കൊച്ചമ്മ, മീൻ വാങ്ങാതെ മുഴുവൻ പൈസയും തീർത്തു എന്ന്. അച്ഛൻ കുഞ്ഞു സ്നേഹയെ വിളിച്ചു. എന്താ മീൻ വാങ്ങാത്തതെന്ന് ചോദിച്ചു. പൗഡറിന് മുഴുവൻ പൈസയായി എന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല. അച്ഛൻ നന്നായി കുടിച്ചിരുന്നു. മുറ്റത്തെ മൾബറിയിൽ നിന്നും സാമാന്യം നല്ലൊരു വടി വെട്ടി കുഞ്ഞു സ്നേഹയെ തല്ലി. നുണ പറഞ്ഞു എന്ന് പറഞ്ഞു കുറേ തല്ലി. പൗഡർ തിരികെ കൊടുത്ത് പൈസ വാങ്ങി. മീൻ വാങ്ങാൻ പറഞ്ഞു വീണ്ടും തല്ലി. പക്ഷേ അയാൾ തിരിച്ചെടുക്കില്ല എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് സ്നേഹയ്ക്ക് പോകാൻ മടിയായി. പക്ഷേ അച്ഛൻ സമ്മതിച്ചില്ല. അങ്ങനെ സ്നേഹ ആ പൗഡർ കൊണ്ട് കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങി. ആ കുഞ്ഞുകാലിൽ മൊത്തം അടിയുടെ പാടായിരുന്നു. ആദ്യമായിട്ടാണ് കുഞ്ഞു സ്നേഹയെ അച്ഛൻ തല്ലുന്നത്. അവിടെ നിന്നിറങ്ങി കുഞ്ഞു സ്നേഹ പറമ്പിൻ്റെ താഴെ ഒരു ഗുഹയുണ്ട്. അവിടെ നിന്നും വെള്ളം ആ നാട്ടിലുള്ള ആളുകളൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കുറേ കയറിപ്പോയി. ഭയങ്കര തണുപ്പ്. കുറേ കുനിഞ്ഞു പോയി. പിന്നെ പേടിച്ച് തിരികെ പോന്നു. അച്ഛനും വേണ്ടാതായി, ആരുമില്ല എനിക്ക്, എന്നാൽ മരിക്കാം എന്ന് കുഞ്ഞു സ്നേഹ തീരുമാനിച്ചു. അങ്ങനെ കുഞ്ഞു സ്നേഹ നടന്ന് ആ വലിയ കുഴിയുടെ അടുത്തെത്തി. അപ്പോഴും ആ പൗഡർ ഉണ്ടായിരുന്നു അവളുടെ കയ്യിൽ. അത് പൊട്ടിച്ചുകൊണ്ട് അയാൾ എടുക്കില്ല എന്ന് അവൾക്കറിയാം. ഇനി തിരിച്ചു ചെന്നാൽ വീണ്ടും അച്ഛൻ തല്ലും. എന്നാൽ പിന്നെ കുഴിയിലേക്ക് ചാടാം എന്ന് കരുതി. അപ്പോൾ അവൾക്ക് ഒട്ടും പേടി തോന്നിയില്ല. ആരും അവിടെ പോകാറില്ലാത്തതുകൊണ്ട് അവിടെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വലിയ വെളിച്ചം സ്നേഹയുടെ അടുത്തേക്ക് വന്നു. ബാക്കി അടുത്ത ദിവസം പറയാം.